നമസ്കാരം സഞ്ജയ് സർ. നമസ്തേ. കുറച്ചു വ്യൂവേഴ്സിന്റെ ചോദ്യം വന്നിട്ടുണ്ട്. ആ ചോദ്യം നമുക്ക് ഓരോന്നായി ഒന്ന് എടുക്കാം. ഒരു ചോദ്യം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈ ഹസ്ബൻഡ്സ് ഡേറ്റ് ഓഫ് ബർത്ത് 12/2/1985, 12th Feb 1985, ടൈം 9:20 AM, പ്ലേസ് വടകര, കാലിക്കട്ട്, വിശാഖം അല്ലേ? വിശാഖം. ചോദ്യം, ഹസ്ബൻഡിനു ശിവയന്ത്രം ധരിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ശിവേന്ദ്രം ധരിക്കാൻ പറ്റുമോ? ആ ദിവസത്തെ ആ സമയത്തെ ഗ്രഹനില ഞാൻ എടുത്തു നോക്കിയിട്ടുണ്ട്. ശിവേന്ദ്രം ഏറ്റവും നല്ലതാണ്. ശൈവയന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു യന്ത്രം ഭൈരവയന്ത്രം ധരിക്കുന്ന ഏറ്റവും പ്രധാനമാണ് ഭൈരവയന്ത്രം എന്നല്ല പറഞ്ഞ്. ഭൈരവയന്ത്രത്തിന് അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട്. എന്നാൽ ഈ വ്യക്തിക്ക് ഭൈരവയന്ത്രം, ശൈവയന്ത്രങ്ങളിൽ പെട്ട ഭൈരവയന്ത്രം തന്നെയായിരിക്കും കൂടുതൽ ഉത്തമമായിട്ട് കാണുന്നത്. ഞാൻ ഗ്രഹനില നോക്കി. ചന്ദ്രകേതു യോഗമുണ്ട് അഷ്ടമത്തിലേക്ക്. ലഗ്നാൽ അഷ്ടമത്തിൽ ചന്ദ്രകേതു യോഗം. ഇനിയിപ്പോ 43 വയസ്സാകുമ്പോഴത്തേനും ബുധദശ മാറി കേതുദശ വരികയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട സമയമാണ്. ഭൈരവേന്ദ്രം ഒത്തിരി സഹായിക്കും. പിന്നെ 9-ലെ ശനി, കടൽ കടന്ന് യാത്ര, ഇങ്ങനെയൊക്കെയുള്ളതിനെ കുറിച്ചൊക്കെ ചിന്തിപ്പിക്കുന്ന, പരദേശവാസം, ഇതെല്ലാം ചിന്തിപ്പിക്കുന്ന ഫലമുള്ള ശനിക്ക് വളരെ ഗുണം ഭൈരവേന്ദ്രം. അന്യദേശവാസം ഉള്ളവർക്ക് ഏറ്റവും ശുഭകരമാണ് ഭൈരവേന്ദ്രം. ഭൈരവയന്ത്രത്തിന്റെ പ്രാധാന്യം അതാണ്. അപ്പൊ അന്യദേശവാസം ഏതെങ്കിലും കാരണവശാൽ, ഇന്നത്തെ കാലത്ത് സാഹചര്യങ്ങൾ കൊണ്ട് വിസിറ്റ് ചെയ്യുന്നെങ്കിലും പോകുന്നവരുണ്ട് ധാരാളം. അല്ലാതെ ജോലിക്ക് പോയി സ്ഥിരം നിൽക്കാത്തവരുണ്ട്. യോഗം കുറച്ചു നാൾ മാത്രം ഉള്ളവരുണ്ടാകും. ചിലർക്കാണെങ്കിൽ അങ്ങനെയുള്ള അവിടെയുള്ള പരദേശവാസം സ്ഥായിയായിട്ടുള്ളവരുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ ഗ്രഹനിലയിൽ പരദേശവാസത്തിനും അല്ലാതെ ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പലതും ചെയ്യാനുള്ള യോഗങ്ങളും ശത്രുശല്യം അകാരണമായി വരാനും സാധ്യതയുള്ള ഒരു ഗ്രഹനിലയാണ് ഈ പറഞ്ഞ സമയത്തെ 12/2/1985 9:20 അല്ലേ? അതെ. AM വിശാഖ നക്ഷത്രം 3-ാം പാദം. അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ വിശാഖ നക്ഷത്രത്തിന്റെ 3-ാം പാദം അത് വെച്ച് നോക്കുമ്പോഴും ഗ്രഹനിലയിലെ ഓരോ രാശികളെയും നമ്മൾ ഭാഗിച്ച് നോക്കുമ്പോഴും എന്ന് വെച്ചാൽ അത് വിഭജിച്ച് നോക്കിയൊക്കെ കിട്ടുന്ന ഉത്തരത്തിൽ അവസാന വാക്കായിട്ട് കണ്ടത് ഭൈരവേന്ദ്രം ധരിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തമമായിട്ട് വരുന്നത് എന്നാണ് കാണുന്നത്. ഒരു 108 ഗുണം 108 അധികം 108 216 ദിവസം പൂജ ചെയ്ത് ഭൈരവേന്ദ്രം ഏറ്റവും നന്നായിരിക്കും. അതൊരു പുരാതന വിധിയാണ്. ഇപ്പോൾ സാധാരണ അത്തരം വിധികളെ കുറിച്ച് പറയാറില്ല. എങ്കിലും ഈ ഗ്രഹനിലയിലെ ചെറുപ്പക്കാരുടെ ഫലം കൂടുതൽ ഗുണകരമായിരിക്കാൻ ഇടയുള്ളത് അവസാന വാക്കെന്നുള്ള നിലയിൽ ഭൈരവേന്ദ്രം തന്നെയായിരിക്കും. അതിന് യോജ്യമായ പൂജാവിധി 216 ദിവസത്തെ ആയിരിക്കും. അത് അത്രയും അർഹരായ ആളുകളെ കൊണ്ട് ചെയ്യിക്കുക. എന്നുവെച്ചാൽ മന്ത്രശക്തിയുള്ളവര് അതിനുവേണ്ടി തന്നെ ഇത് പൂജ ചെയ്യാനുള്ള അറിവല്ല മുഖ്യം, പൂജയിലൂടെ മന്ത്രസിദ്ധികൾ കൈവന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ ഉപാസനയിലൂടെയോ പൂജയിലൂടെയോ മറ്റ് ആത്മപോഷണ പ്രക്രിയയിലൂടെയോ ആന്തരിക ശക്തി കൂടുതൽ വർദ്ധിച്ചവർ ചെയ്താൽ ഉത്തമമായിരിക്കും. പൂജ അറിയുന്നതും പൂജയിലൂടെ ഉണ്ടായ ആന്തരിക ഗുണങ്ങൾ വികസിച്ചവരും രണ്ടായിരിക്കാം പലപ്പോഴും. പൂജ അറിഞ്ഞെന്ന് പറഞ്ഞിട്ട് യോഗ അറിയാം പക്ഷെ ചെയ്യാതിരുന്നാലോ, അതുപോലെയാണ് പൂജ അറിയാം പക്ഷെ അതിന് വേണ്ടുന്ന അനുഷ്ഠാനങ്ങളിലൂടെ ആന്തരിക ശക്തി വർദ്ധിപ്പിക്കാതിരുന്നാലോ. അങ്ങനെയുള്ളവരല്ല നമുക്ക് വേണ്ടത്.